എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നാടൻ ബീഫിൻ്റെ എല്ല് കിട്ടിയിട്ടുണ്ട്. നമ്മളിന്നൊരു നാടൻ എല്ല് കറി വെക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ കപ്പയാണ്. കപ്പ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അപ്പോഴത്തേക്ക് നമുക്ക് ഇതും ഒന്ന് കറിയാക്കി വരാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. കഴുകി വൃത്തിയാക്കിയ എല്ലും കഷ്ണങ്ങളെല്ലാം ഇതിനോടൊപ്പം ഈ എല്ലിനോടൊപ്പം തന്നെ മാംസവും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ മാംസമൊന്നും ഇടുന്നില്ല, ഇത് മാത്രം ഇട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്കറിനകത്തിട്ടിട്ട് നമുക്ക് ഒന്ന് നല്ലോണം വിസിലടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ഗ്രേവിയും സംഭവം എല്ലാം തയ്യാറാക്കി എടുക്കാം. കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും ഇതിൻ്റെ മുകളിൽ ഒരു കുറച്ച് കറിവേപ്പിലയും ഇട്ട് ശകലം മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം ഞാൻ വെള്ളം ചേർക്കുന്നില്ല, കാരണം ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇത് വേകുമ്പോഴേക്ക് നമുക്കിതിന് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ ഗ്രേവി തയ്യാറാക്കാനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാവേ. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങ കൊത്തിട്ട് കൊടുക്കുകയാണ്. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ തന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി. അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു പച്ച മണം മാറി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ദാണ്ട് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിന് കുറച്ച് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ ഇറച്ചി വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ നമുക്കെല്ലാം കൂടെ ചേർത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതൊന്ന് ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തത്. നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വാടി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3-4 പച്ചമുളക് വരുന്നത് ചേർത്ത് കൊടുത്ത് ഒരു 2 തക്കാളിപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ വാട്ടിയെടുക്കണം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിയും തക്കാളിപ്പഴവും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മളിട്ട് വേവിച്ചതായതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല, മസാലപ്പൊടി. ഇതിൻ്റെ എല്ലാം പൊടിയുടെ എല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും, വേറെ ടേസ്റ്റായി പോകും. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ എല്ല് നന്നായിട്ട് വെന്ത് ഇരിക്കുകയാണ്. ഇതിനകത്ത് കണ്ടോ വെള്ളം, ഞാൻ പറഞ്ഞില്ലേ ഒരു ശകലം പോലും വെള്ളം ചേർത്തതല്ല, പക്ഷേ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയതാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മറ്റേ ഗ്രേവി ആയിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം. പക്ഷേ ഈ സംഭവം വെന്തുവെങ്കിലും ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് കുറച്ച് ഗ്രേവി വേണം, കാരണം നമ്മളിതിൻ്റെ കോമ്പിനേഷനേ എപ്പോഴും എല്ല് കറിക്ക് നല്ല കോമ്പിനേഷൻ കപ്പ തന്നെയാണ് കേട്ടോ. പിന്നെ അതിന് വേറെ എന്തെങ്കിലും പറ്റിയ കോമ്പിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം വേറെ ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം കപ്പയും എല്ല് കറിയാണ് കോമ്പിനേഷൻ. അപ്പോൾ ഇതിലോട്ട് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ.
പച്ചവെള്ളം ചേർക്കണ്ട, നല്ല തിളപ്പിച്ച വെള്ളമോടെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. കാരണം കുറച്ച് ഗ്രേവി വേണമല്ലോ, ഒരുപാട് ഗ്രേവി വേണ്ട. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം, കറക്റ്റ് ആയോ ഇതൊന്നും അറിയത്തില്ല. എന്നാലും ഒന്ന് നല്ലോണം തിളച്ചിട്ട് നോക്കാം. അപ്പോൾ എല്ലാം മാംസത്തേലും എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് നോക്കാം. എനിക്ക് തോന്നുന്നു വേണ്ടി വരത്തില്ല, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പൊതുവേ ഉപ്പ് കുറവാണ് വേണ്ടുന്നത്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ലോണം ഒന്ന് കാരണം ആ ഗ്രേവിയൊക്കെ ആ മാംസത്തേലൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അപ്പോൾ അത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പറ്റിയാൽ മതി. ഞാൻ ഈ സമയം ഉപ്പൊക്കെ നോക്കി, പക്ഷേ കടു താളിച്ചൊഴിക്കുന്നില്ല കേട്ടോ. കാരണം ഇതിനകത്ത് നെയ്യൊക്കെ കൂടുതലായാണ്. വെളിച്ചെണ്ണ ആദ്യം കുറച്ച് ഒഴിച്ചല്ലോ, പക്ഷേ ഇതിനകത്തുനിന്ന് നെയ്യ് ഇറങ്ങിയോണ്ട് അതുകൂടെ ഇനിയും കടുകൂടെ താളിച്ചൊഴിച്ചാൽ ആ വെളിച്ചെണ്ണ ഇവിടെ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതാണ്ട് ഈ നെയ്യൊന്ന് മാറ്റാനായിട്ടേ ഞാൻ കുറച്ചങ്ങ് മാറ്റാനായിട്ട് ഞാൻ ദാണ്ട് ഐസ് കട്ട എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിലോട്ടൊന്ന് കുറേ നേരം മുക്കി പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, ദാണ്ട് കുറേ കണ്ടോ ഇങ്ങനെ നെയ്യ് ഇങ്ങി പോരും. കുറച്ചങ്ങനെ നമുക്ക് മാറ്റി കളയാൻ പറ്റും കേട്ടോ. നമുക്ക് കണ്ട് ഇങ്ങനെ കുറേ കോരി മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാലും ഇനിയും താളിച്ചൊഴിക്കുന്നില്ല ഞാൻ, ഇതൊന്ന് പറ്റിച്ചെടുക്കുന്നതേ ഉള്ളൂ. കണ്ടോ നീ ഇങ്ങനെ നെയ്യ് നമുക്ക് കുറേ നേരം മുക്കി പിടിക്കുമ്പോൾ നെയ്യ് ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. നമ്മുടെ എല്ല് കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ആ ഒരു മസാലക്കൂട്ടിൻ്റെയൊക്കെ നല്ല അടിപൊളി മണം. എനിക്ക് നന്നായിട്ട് കൊതി വരുന്നുണ്ട് കേട്ടോ. കേട്ടോ അടിപൊളിയായിട്ടുണ്ട്. ഞാനിത് എല്ല് കറി ആദ്യമായിട്ടാണ് വെക്കുന്നത്, പക്ഷേ ഇത് കഴിച്ചിട്ടുണ്ട്. ഈ കടയിൽ പോയി ഈ കപ്പയും എല്ലുകറിയും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിങ്ങനെ കിട്ടിയപ്പോൾ വെച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മളും കോമ്പിനേഷൻ കപ്പ വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ അങ്ങോട്ട് കോരിയിട്ട് ഇതിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു അടിപൊളിയായിട്ട് അങ്ങ് പിടിക്കണം. കണ്ടോ അപ്പോൾ ഈ എല്ല് കിട്ടുമ്പോൾ, ബീഫിൻ്റെ എല്ല് കിട്ടുമ്പോഴേ ഇങ്ങനൊന്ന് വെച്ച് നോക്കണം, അഭിപ്രായങ്ങൾ പറയുകയും വേണം. അപ്പോൾ ഞാൻ ഇനി ഇത് പോയി കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നെഗറ്റീവായാലും പോസിറ്റീവായാലും ചീത്ത വിളിക്കുന്നതായാലും എന്തുമായാലും രേഖപ്പെടുത്തിയാൽ വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു വിഭവമായി വരാം. ടാറ്റാ.